ആസ്പിരൻസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ APO എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ സ്റ്റഡി റൂട്ടീനെ കുറിച്ചും എങ്ങനെയാണ് ഇപ്പം ഞാൻ ടൈം മാനേജ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ്. അപ്പം നമ്മൾ ഏതൊരു PSC എക്സാമിന് അപ്ലൈ ചെയ്ത് കൺഫർമേഷൻ കൊടുത്തു കഴിയുമ്പോഴും നമുക്കൊരു എപ്പോഴും ഒരു ടെൻഷൻ ആയിരിക്കും, എങ്ങനെയാണ് റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞ് എക്സാമിനോട് ഏറ്റവും അടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈ പ്ലാൻ ചെയ്യുന്ന സ്റ്റഡി റൂട്ടീൻസ് ഒന്നും നടക്കാറില്ല അല്ലേ. എനിക്ക് അങ്ങനെയാണ്. ഞാൻ പ്ലാൻ ചെയ്യുന്ന ഒരു സ്റ്റഡി റൂട്ടീൻസും നടക്കാറില്ല. സോ ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്തിനായിരിക്കും, റിവിഷൻ ചെയ്യാനായിരിക്കും. അതുപോലെ ഇപ്പം APO എക്സാമിന് ഞാൻ ആ ഒരു 2 ആഴ്ച ഫോക്കസ് ചെയ്തത് അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് പഠിക്കാനായിരുന്നു, അതുപോലെ സ്റ്റഡി റൂട്ടീൻസും. അപ്പം ഈ സ്പെഷ്യൽ APOയുടെ സ്റ്റഡി റൂട്ടീൻസിന് എനിക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് ആ 2 ആഴ്ച കൊണ്ടിട്ട് ഞാൻ 17 ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 17 മാർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അറ്റൻഡ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് മാർക്ക് കിട്ടുന്ന ഒരു പോർഷൻ ആയിരുന്നു. സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വലിയ ടഫ് ഒന്നും ഇല്ലാത്ത എങ്കിലും നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷൻ ആയിരുന്നു എന്ന് പറയാം. പിന്നെ എനിക്ക് കുറച്ച് ടഫായിട്ട് തോന്നിയത് ഇംഗ്ലീഷ് ആയിരുന്നു. ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞില്ല, എനിക്ക് നോർമലി ഇംഗ്ലീഷ് നല്ല ടഫുള്ളൊരു സബ്ജക്റ്റാണ്. സോ ഞാൻ ടൈം കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് എല്ലാ എക്സാമിനും പഠിക്കണമെന്നും എനിക്ക് മനസ്സിലായ ഒരു എക്സാം കൂടിയാണിത്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് 3-4 ക്വസ്റ്റ്യൻസ് ഞാൻ തെറ്റിച്ചു. അറിയാവുന്ന കാര്യമാണ്, കാരണം ദോഡാബെട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നീലഗിരി കുന്നിലാണെന്ന് അറിയാവുന്ന കാര്യമായിരുന്നു. പക്ഷേങ്കിൽ ആ ടൈമിൽ ഒരു ടെൻഷൻ കാരണം ഞാൻ ആനമലയാണ് ചെയ്തത്. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ്. അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ അംഗമായത് അത് 1945 ഒക്ടോബർ 30 ഞാൻ എഴുതിയത് ഒക്ടോബർ 24. ഡേറ്റുകൾ എനിക്ക് കുറച്ചും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മേഖലയാണെന്ന് മനസ്സിലായി ഈ ഒരു എക്സാം കഴിയുമ്പോൾ. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഓരോ എക്സാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏത് പോർഷനിലാണ് നമ്മൾ കുറച്ചും കൂടി ആപ്റ്റായിട്ട് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. മാത്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല ടൈം കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊന്ന് ചിന്തിച്ച് ആൻസർ ചെയ്യാനുള്ള ടൈം കിട്ടി. അതുകൊണ്ട് എനിക്കൊരു 8 മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ അതുപോലെ പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻസ് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്ഥാനം, അതും പക്ഷെ അറിയാമായിരുന്നു. പക്ഷെ ഇങ്ങനെ ഓപ്ഷൻസ് വന്നപ്പോഴത്തേക്കും ആകെ നമുക്ക് മൊത്തത്തിലൊന്ന് കൺഫ്യൂഷൻ ആയിപ്പോയി. അങ്ങനെ എനിക്ക് അറിയാവുന്ന കുറച്ച് ടോപ്പിക്സ് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ തെറ്റിച്ചു എന്ന് പറയാം, കൺഫ്യൂഷൻ കാരണം. അപ്പം എനിക്ക് ആ ഒരു മേഖലയിൽ കുറച്ചും കൂടി ഇതായിട്ട് പഠിക്കണമെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഏതൊക്കെ മേഖലയിലും ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ പറയുവാണെങ്കിൽ എനിക്കൊരുവിധം എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇപ്പം സയൻസിൻ്റെ ഭാഗത്തൊന്നും വളരെ കുഴപ്പമില്ലായിരുന്നു. ക്വസ്റ്റ്യൻസ് പൊതുവിൽ നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വലിയ ടഫൊന്നും ഇല്ലായിരുന്നു. കട്ട് ഓഫ് എന്തായാലും 65-നും 75-നും ഇടയ്ക്കൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എനിക്ക് മാർക്ക് ഞാൻ എഴുതി നോക്കിയപ്പം എനിക്ക് 68 മാർക്കേ ഉള്ളൂ സീരിയസ്ലി പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്കൊക്കെ കിട്ടിയ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം കുറച്ച് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഇതെന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഈ ഒരു എക്സാമിന്. അപ്പം ആ ഒരു മേഖലയിൽ നിന്ന് നെഗറ്റീവ് മാർക്ക് പക്ഷേ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടൊരു 5-7 ക്വസ്റ്റ്യൻസിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നെഗറ്റീവ്, അത് നോർമലി എനിക്ക് വന്നു പോയതാണ് കേട്ടോ. അത് പക്ഷെ അറിയാമെന്ന് പറഞ്ഞ് എഴുതിയ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് നെഗറ്റീവ് അടിച്ചത്, അല്ലാതെയല്ല. അപ്പം ആ ഒരു ഫോക്കസ് ചെയ്യേണ്ട മേഖലകൾ എനിക്ക് കുറച്ചും കൂടി ഏതാണെന്ന് മനസ്സിലായി. അപ്പം അതിനുശേഷം APO എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചു തുടങ്ങിയ കുറച്ച് മേഖലകളുണ്ട്. ഈ പഞ്ചവത്സര പദ്ധതി, അതുപോലെ തന്നെ ഇപ്പം നീലഗിരി കുന്നുകളെക്കുറിച്ചും ആനമലയെക്കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫേഴ്സ് ഒന്നും വലിയ ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഈ ഒരു APO എക്സാമിന് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം പിന്നെ എൻ്റെ സ്റ്റഡി റുട്ടീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഈ ഒരു എക്സാമിന് ശേഷം ഞാൻ ഇപ്പം രാവിലെ 5 മണിക്ക് എണീച്ച് കുറച്ച് ഒരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഒരു 6-5:30 മുതൽ പഠിച്ചു തുടങ്ങും. സോ രാവിലെ എനിക്ക് ഭയങ്കര മടിയാട്ടോ പഠിക്കാൻ, സീരിയസ്ലി പറഞ്ഞാൽ. എന്നാലും രാവിലത്തെ കുറച്ച് യൂസ്ഫുൾ ആക്കണമെന്ന് കരുതിയിട്ട് ഞാൻ രാവിലെ ഇപ്പം കുറച്ച് ഒരു 7 മണി വരെ പഠിച്ചിട്ടാണ് പിന്നെ ഞാൻ കുട്ടിയുടെ കാര്യമൊക്കെ 7 മണിയാകുമ്പോൾ അവൻ ഉണരും, അവൻ്റെ കാര്യമൊക്കെ നോക്കുന്നത്. സോ അതിന് ശേഷം ഞാനൊരു 11 മണി to 12 മണി വരെയാണ് ഇപ്പം പഠിക്കുന്നത്. പിന്നെ അവൻ്റെ
കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, അവന് ഫുഡ് കൊടുപ്പൊക്കെ കഴിഞ്ഞിട്ട് കിട്ടുന്ന ടൈമൊക്കെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചൊക്കെ ഇപ്പം കേൾക്കാൻ എന്ന് വെച്ചാൽ പഠിച്ച കാര്യങ്ങൾ ഹെഡ്സെറ്റ് യൂസ് ചെയ്തും കൂടെ നമ്മൾ കേൾക്കുമ്പോൾ കുറച്ചും കൂടി നമുക്ക് മൈൻഡിൽ സെറ്റ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെയും കൂടെ ഇപ്പം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിന് വേണ്ടി 2 hours ഞാനിപ്പം മുതൽ ഡെയിലി മാറ്റി വയ്ക്കാം. ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ 3 സബ്ജക്റ്റിന് വേണ്ടി 2 hours വീതം, അങ്ങനെ 6 hours ഞാൻ മാറ്റി വയ്ക്കും. 6 hours ഇല്ലെങ്കിൽ 3 സബ്ജക്റ്റും കൂടെ 4 hours എങ്കിലും ഞാൻ മാറ്റി വയ്ക്കും. ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിലൊക്കെ പറയാം. സോ ഞാൻ എങ്ങനെയാണ് കുറച്ചും കൂടി ഇംഗ്ലീഷ് കുറച്ചധികം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ എങ്ങനെ പഠിച്ചു തുടങ്ങുന്നു അങ്ങനെയുള്ള കാര്യം. ഇപ്പം ഞാൻ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കുറച്ചും കൂടെ ഡീറ്റെയിൽ നോട്ടൊക്കെ ഞാൻ എങ്ങനെയാണ് എഴുതി പഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഗാന്ധിജിയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ടുള്ള പോർഷനിൽ നിന്നായിരുന്നു. ഇപ്പം ഏതൊരു പോർഷൻ എടുത്തു കഴിഞ്ഞാലും ഒരു ടോപ്പിക് വൈസ് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പം ഈ വൈക്ക് ടോപ്പിക് വൈസ് പഠിക്കണമെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ അതിൻ്റെ കൂട്ടത്തിലായി എന്ന് തന്നെ പറയാം. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് ഡി കോഡായിരുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ വിപ്ലവം അതായിരുന്നു വന്നത്. അപ്പം ഈ ഒരു 4 കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ നോട്ടൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്ത് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സോ അങ്ങനെ കുറച്ചധികം കാര്യങ്ങളാണ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ വീതം പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓരോ ടോപ്പിക് വൈസ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുപോലെ വുമൻസ് എക്സൈസ് ഓഫീസറിൻ്റെ എക്സാമൊക്കെ ഇനിയിപ്പോൾ ഉടനെ വരും. അപ്പം അതിനൊക്കെ എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡ് യൂസ്ഫുൾ ആകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിനൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ വീട്ടമ്മമാരെ കുറിച്ചാണെങ്കിൽ കുറച്ചും കൂടി ടൈം നിങ്ങൾ ഇതൊരു 10th ലെവൽ എക്സാം ആയിരുന്നു കേട്ടോ. ഇത് 10th ലെവൽ എക്സാമിന് നല്ല ക്വാളിറ്റിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ വന്നിട്ടുള്ളതെന്ന് തന്നെ പറയാം. 10th ലെവലായാലും യൂണിഫോം എക്സാംസിന് എപ്പോഴും നല്ല ക്വാളിറ്റി ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. എല്ലാ തവണത്തെയും പോലെ അത്രയും ടഫ് ആയിരുന്നില്ല എക്സാം. പൊതുവിൽ എളുപ്പമുണ്ടായിരുന്നു തന്നെ പറയാം. പിന്നെ നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് കുറേ ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കാത്തതിൻ്റെ കാരണം കൊണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ചില മേഖലകൾ നമ്മൾ കുറച്ചധികം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ അങ്ങനെയുള്ള കുറച്ചധികം കാര്യങ്ങളും കൂടെ ഞാൻ ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഇനി നെക്സ്റ്റ് വീഡിയോകളിൽ എങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കണേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും APയുടെ എക്സാമിൻ്റെ മാർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. താങ്ക് യു സോ മച്ച്.